ആദ്യം ശ്രീ രഘുനാഥ് നായർ, ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്, കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ വരികയാണ്. ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞതാണ് കിരാന ഹിൽസ്, അവിടെയാണല്ലോ പാകിസ്ഥാന്റെ ആണവ സംഭരണ കേന്ദ്രം, അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത്, പാകിസ്ഥാൻ രഹസ്യമായി സൂക്ഷിക്കുന്ന ആണവ സാമഗ്രികൾ. പക്ഷേ ഇപ്പോൾ ലോകം ചോദിക്കുന്ന ഒരു കാര്യം, അത് ടോം കൂപ്പർ എന്ന യുദ്ധചരിത്രകാരന്റെ വാക്കുകളിൽ തന്നെയുണ്ട്. ഇന്ത്യൻ മിസൈൽ അതിന് സമീപത്ത് പതിച്ചിട്ടുണ്ട്. സർഗോധയിൽ സർവനാശം വിധിച്ചിരുന്നു ഇന്ത്യ. വ്യോമത്താവളം എയർബേസ് നശിപ്പിച്ചിരുന്നു ഇന്ത്യ. അപ്പോൾ അതിന് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആണവ സംഭരണ കേന്ദ്രത്തിനും കേട് പറ്റിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു ആണവ വികിരണം സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അതിൽ ഭയപ്പെട്ടു. ഉടൻ തന്നെ വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയോട് യാചിച്ചു. അമേരിക്കയുടെ ഇടപെടലും അവിടെയാണല്ലോ സംശയിക്കുന്നത്. ഇത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളാണോ? ഇന്ത്യ എന്തായാലും ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടിട്ടില്ല, അത് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. മഞ്ജുഷ, ഇതിനകത്ത് ടോം കൂപ്പറിന്റെ ഒരു അനാലിസിസ് റിപ്പോർട്ടിനെ നമുക്ക് തെറ്റാണെന്ന് ഒരു കാലത്തും പറയാൻ പറ്റില്ല. കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒരു ഹിസ്റ്ററിയാണ്. അയാൾ ഏറ്റവും, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ഒരു വാർ ഹിസ്റ്ററി അനാലിസ്റ്റ് ആണ്. അപ്പോൾ ടോം കൂപ്പർ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിലെയും ചില ദേശീയ മാധ്യമങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള റെക്കോർഡിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണ്. അവിടെ ഇന്ത്യ അറ്റാക്ക് ചെയ്തു എന്ന് ടോം കൂപ്പർ പറയുന്നിടത്ത് മാത്രമാണ് നമുക്ക് ചെറിയ ഒരു സംശയത്തിന്റെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ കാരണങ്ങൾ പറയാം. ഒന്ന്, ഇപ്പം മഞ്ജുഷ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ അത് വളരെ ശക്തമായിട്ട് നിഷേധിച്ച കാര്യമാണ്. അത് ഇന്ത്യൻ എയർഫോഴ്സ് പോലും ശക്തമായിട്ട് നിഷേധിച്ച കാര്യമാണ്. നമ്മൾ ആ മേഖലയിലൊക്കെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എയർഫോഴ്സിന്റെ സീനിയർ ഓഫീസർ പറഞ്ഞത് അവിടെ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. താങ്ക് യു വെരി മച്ച് എന്നാണ് പറഞ്ഞത്. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇന്ത്യ അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയിൽ ചെറിയ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനാലിസിസിൽ കാണുന്നത്, കാരണം അവിടെ ഒരു മിസൈൽ പതിച്ചെങ്കിൽ മിസൈലിന്റെ ട്രാക്ക് അവിടെ കാണും. ഒരു മിസൈൽ പോകുമ്പോൾ അതിൽ നിന്നും അതിന്റെ ഇന്ധനം കത്തി ഉണ്ടാകുന്ന ആ ഒരു ട്രാക്ക്, ഒരു ചെറിയൊരു വീഡിയോ ശകലം അതിൽ നിന്ന് അവൈലബിൾ ആണ്. അതിന്റെ അവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന വീഡിയോ അവൈലബിൾ ആണ്. മിസൈലിന്റെ ട്രാക്ക് അവിടെ കാണാനില്ല. ഓൾ ഓഫ് എ സഡൻ ഒരു എക്സ്പ്ലോഷൻ ആണ് കാണുന്നത്. അപ്പൊ അവിടെ ഒരു ബോംബാർഡിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ബോംബിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ അതിന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. മിസൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ദൂരത്ത് നിന്ന് തന്നെ ഫയർ ചെയ്യാനുള്ള മിസൈലുകൾ ഉണ്ട്. ബ്രഹ്മോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 500 കിലോമീറ്ററിന്റെ മേളിൽ തന്നെ നമ്മൾ സ്കോയ് 30 കൊണ്ടുപോയിട്ട് ഫയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരു മിസൈലിന്റെ ട്രാക്ക് കാണുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ബോംബിംഗ് ആയിരിക്കും. ബോംബിംഗ് ആണെങ്കിൽ ഇന്ത്യക്ക് അതിന്റെ അത്രയും ക്ലോസ് വിസിറ്റിന് ഒരു 70 കിലോമീറ്റേഴ്സ് എങ്കിലും അടുത്ത് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ എയർ സ്പേസിനെ വയലേറ്റ് ചെയ്ത് അകത്തേക്ക് പോകണം. ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു സമയത്ത് ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പും ഇന്നലെയും പറഞ്ഞത്, വേറെ 2 പോസിബിലിറ്റി ഉള്ളത്. F-35 വിമാനങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. ഇത് രാത്രി 1-1:30 മണിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. F-35 വിമാനങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലുള്ളപ്പോൾ അത് സകല റഡാറുകളെയും എല്ലാത്തിനെയും കണ്ണുവെട്ടിച്ച്, ലോകത്തിലെ ഏറ്റവും നല്ല സ്റ്റെൽത്ത് വിമാനങ്ങളിൽ രണ്ടാമത്തെ F-22 കഴിഞ്ഞ പിന്നെ F-35 ആണ്. ഇതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഒരു ചെറിയ കടല വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ചെറിയ കടല വെച്ചാൽ എത്രയായിരിക്കും? അത്രയുമായിട്ട് ഇതിനെ റഡാറിൽ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. ഇത് വന്നിട്ട് ഒരു പക്ഷേ ഇസ്രായേൽ വർഷങ്ങളായിട്ട് പാകിസ്ഥാന്റെ അറ്റോമിക് ഫെസിലിറ്റീസിനെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹം കൊണ്ട് നമ്മുടെ പുറകെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ്. ഇത് എല്ലാവർക്കും അറിയാം. ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് ഇന്ത്യയുടെ മിസൈൽ അതിന് തൊട്ടടുത്തുള്ള സർഗോദ എയർബേസിൽ പതിക്കുകയും, ഞാൻ ദൃശ്യങ്ങളിൽ കാണാം, ആ സാറ്റലൈറ്റ് ഇമേജിൽ വ്യക്തമാണ്. സർഗോദ എയർബേസ് ഈ സാറ്റലൈറ്റ് ഇമേജിൽ വ്യക്തമാണ് ആക്രമണത്തിന് മുൻപും അതിനുശേഷവും എങ്ങനെയായിരുന്നുവെന്ന്. ഇത് സുക്കൂറിന്റെ ദൃശ്യമാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് പൊലാരിയിലും സംഭവിച്ചത്, സർഗോദയിലും സംഭവിച്ചത്. സർഗോദയിൽ ആ റൺവേയിൽ വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ആഴത്തിലേക്കാണ് സർഗോദ എയർബേസ്, അവിടുത്തെ റൺവേ തകർന്നിരിക്കുന്നത്. ഇത് നൂർഖാൻ എയർബേസിന്റെ സാറ്റലൈറ്റ് ഇമേജാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ആക്രമണത്തിന് മുൻപും അതിനുശേഷവും ഉള്ള ദൃശ്യമാണ്. സർഗോദയിൽ നോക്കുമ്പോൾ ഈ സർഗോദ എയർബേസിലെ റൺവേക്ക് സമീപമാണ് ഈ പറയുന്ന കിരാന ഹിൽസ് എന്നാണല്ലോ. അതായത് പാകിസ്ഥാൻ ഈ ആണവ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവ സാമഗ്രികൾ, അത് ആയുധത്തിന്റെ രൂപത്തിലല്ല, സാമഗ്രികളാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. അവിടെ ഈ സർഗോദ എയർബേസിലെ റൺവേക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ
അവിടെയും കേടുപാട് സംഭവിച്ചു. അത് ടോം കൂപ്പർ പറയുന്നു. ടോം കൂപ്പറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. CNN ന്യൂസ് 18 അദ്ദേഹം അഭിമുഖം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഡയറക്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ടോം കൂപ്പർ പ്രമുഖ യുദ്ധ ചരിത്രകാരനാണ്. അദ്ദേഹത്തെ ലോകമെമ്പാടും അംഗീകരിച്ചതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. This is why I call it a clear-cut victory. The moment the Indian Air Force started striking nuclear weapon storage facilities in Pakistan, it was absolutely clear that Pakistan is not entirely defenseless, but largely unable to defend itself from Indian strikes. Now, of course, the government in India, in New Delhi, and the top brass of the armed forces are cautious enough not to brag too much about this, even to deny it. But we have seen videos showing strikes on one of the, not actually, it's two different nuclear weapon storage facilities in Pakistan. This is speaking such a clear language. I cannot emphasize this enough. You do not play with enemy nuclear facilities. Nobody is doing that. Nobody is that irresponsible, and especially not rather conservative and cautious Indian generals. They are not going to shoot all over the place and then by some kind of accident one of the or two missiles hit. Well, what an accident. Precisely the entrance to the Pakistani nuclear storage facilities. Nobody is doing that. They're extremely cautious in this regards. So this means precisely this caution means they were absolutely sure Pakistan can't hit back. Pakistan has no means to pull these weapons out and put them on missiles or on aircraft and shoot them at India. This is what is making this so sure. ശ്രീ രഘുനാഥ് നായർ, കൂപ്പറിന്റെ വാക്കുകളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അതുപോലെ തന്നെ പാകിസ്ഥാന് ഈ ആണവ സാമഗ്രികൾ ആയുധങ്ങളിൽ നിറയ്ക്കുവാൻ, മിസൈലുകളിലോ ബോംബുകളിലോ നിറയ്ക്കുവാനുള്ള സാവകാശം പോലും ഇല്ല. അപ്പോൾ അവിടെ ഒരു ആണവ വികിരണം സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണല്ലോ പിന്നീട് വന്ന വാർത്തകൾ. അവിടെയാണല്ലോ ഈജിപ്ഷ്യൻ വിമാനത്തിന്റെ സാന്നിധ്യമൊക്കെ പറഞ്ഞത്. അത് കൂപ്പർ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഈജിപ്ഷ്യൻ വിമാനം വരികയും അതിനുള്ള ഈ വികിരണം തടയുവാനുള്ള പ്രതിവിധികൾ ചെയ്തു, അങ്ങനെ പാകിസ്ഥാനെ സഹായിച്ചു ചൈനയുടെ സഹായത്തോടെ എന്ന്. അവിടെയാണല്ലോ ഈ ബോറോൺ അവിടെ വിതറി എന്നുള്ള ആ തിയറിയൊക്കെ വന്നതും. ശ്രീ മഞ്ജുഷ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ടോം കൂപ്പർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 എക്സ്പ്ലോഷൻസ് അവിടെ കണ്ടിട്ടുണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അപ്പം അതിനകത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഒരു കാരണവശാലും ശരിയല്ല, ഒരാളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി നമ്മൾ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അതൊരു ഇന്റർനാഷണൽ റിപ്രിക്കേഷൻസ് ഉണ്ടാക്കുന്ന വലിയൊരു സംഭവമാണത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു പോസിബിലിറ്റി ടോം കൂപ്പർ പറഞ്ഞതിന്റെ കൂടെ പോവുകയാണെങ്കിൽ അതൊരു പോസിബിലിറ്റി, പക്ഷെ അതൊരു കാലത്തും നമ്മളത് അംഗീകരിച്ചിട്ടില്ല. രണ്ടാമതൊരു പോളിസി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ഇനി 4 പോസിബിലിറ്റി കാണുന്നുണ്ടല്ലേ. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു തന്നെയാണ്. അതായത് ഈ മിസൈലിന്റെ ട്രേസ് അവിടെ കാണാത്ത സ്ഥിതിക്ക്, മിസൈൽ വരുന്ന ട്രേസ് അതിൽ കാണാത്ത സ്ഥിതിക്ക് ഒരു പോസിബിളി അതൊരു ബോംബായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു യുദ്ധവിമാനം അവിടെ വന്ന് ബോംബിട്ട് പോയതായിരിക്കാം.